ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്, നിസാമി ചിക്കൻ. പിന്നെ ഇതിന് കോംബോ ആയിട്ടൊരു മടക്ക് ചപ്പാത്തിയും കൂടി കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ചിക്കൻ വെച്ചിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഏറ്റവും ബെസ്റ്റ് റെസിപ്പി ഇതാണ് കേട്ടോ. ഭയങ്കര റിച്ചാണ്. അപ്പോൾ നിസാമി ചിക്കൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് സവാള ഫ്രൈ ആക്കലാണ്. ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിന്, ഫ്രൈ ആക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു, പക്ഷെ ഒരുപാട് കൂടുതൽ എടുക്കണ്ട കേട്ടോ. പിന്നെ ആ ഓയിൽ പിന്നെ വേസ്റ്റ് ആവുമല്ലോ. അതുകൊണ്ട് ഉള്ളി ഫ്രൈ ആക്കാൻ മാത്രം കുറച്ച് നോക്കി ഒഴിച്ചാൽ മതി. 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തത്. അത് നേരിയ സ്ലൈസസ് ആക്കിയിട്ട് കട്ടാക്കി എടുക്കാം. ഇത് വേണമെങ്കിൽ കുറച്ച് അധികം ഓയിൽ നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കൂലേ, അങ്ങനെ എടുത്താലും മതി. പക്ഷെങ്കിൽ ഇതിൽ ഓയിൽ കൂടുതൽ യൂസ് ചെയ്യണ്ടെന്നുള്ളതുകൊണ്ടും പിന്നെ ബാക്കി ഓയിൽ വേസ്റ്റ് ആക്കണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്തു എന്ന് പറയാൻ റീസൺ കേട്ടോ. അപ്പോൾ ഇത്രയും ഓയിൽ മതി. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി എടുത്താൽ ഇതുപോലെ കുറച്ച് ഓയിലും ഉള്ളി ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. പക്ഷെങ്കിൽ ഇത് ലാസ്റ്റോട്ട് ഉള്ളിൻ്റെ കളർ മാറി തുടങ്ങുന്ന സമയത്ത് നല്ലോണം ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ മൊരിച്ചെടുക്കണം. അല്ലെങ്കിൽ അടിഭാഗത്തുള്ള ഉള്ളി കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഇളക്കി എടുക്കാൻ നോക്കുക. ഉള്ളി കരിഞ്ഞു പോകാമെങ്കിൽ കറിൻ്റെ ടേസ്റ്റും മാറിപ്പോവും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ സെയിം പാന് ഞാനിതാ എടുത്ത് വെച്ചിന്. അതിലേക്ക് 1 കിലോ ചിക്കൻ, ഇതിപ്പം 3-4 ലെഗ് പീസ് കാണുന്നത് ഞാൻ എടുത്ത ചിക്കന് 800 ഗ്രാം ഉള്ളതേനു. 1 കിലോ കറക്റ്റാക്കാൻ വേണ്ടി ഞാൻ 2 ലെഗ് പീസും കൂടി കൂടുതലിട്ടതാണ്. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ അധികം മൂപ്പില്ലാത്ത ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ 1 കിലോൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, കട്ടത്തൈരില്ലേ, അതെടുക്കുക 1 കിലോ ചിക്കനിലേക്ക്. പിന്നെ വേണ്ട ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതല്ലെങ്കിൽ പൗഡർ ആയാലും എടുത്താൽ മതി. ഞാനിപ്പം ഗാർലിക് പൗഡർ, വെളുത്തുള്ളിൻ്റെ പൗഡർ 1 ടേബിൾ സ്പൂണും ഇഞ്ചിൻ്റെ പൗഡർ 1 ടേബിൾ സ്പൂണും അങ്ങനെയാണ് എടുക്കുന്നത്. നിങ്ങൾ പേസ്റ്റ് ആണെങ്കിലും ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ് അങ്ങനെ എടുത്താൽ മതി. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, 3 മീഡിയം സൈസിലുള്ള സവാള ഉണ്ടെങ്കിലും ഫ്രൈ ചെയ്താൽ കുറച്ച് മാത്രമേ കാണൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇത്രയും പൗഡേഴ്സും ജീരകവും വേണം. ഞാൻ അളവ് പറഞ്ഞുതരാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വെച്ചിട്ട് മഞ്ഞൾ പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ചെറിയ ജീരകം 1 ടീസ്പൂൺ നിറയെ. ഞാൻ ഇതിൻ്റെ അളവെല്ലാം ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെക്കാം. പിന്നെ ഇതാ ഹാഫ് ലെമൺ, ഒന്നും മൊത്തത്തിൽ എടുത്തിട്ടില്ല, ഹാഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ തൈര് എടുക്കുമ്പോൾ പുളി കുറവുള്ള തൈര് തന്നെ എടുക്കാൻ നോക്കണേ. പിന്നെ ഒരു കൈപ്പിടി നിറച്ചും പുതിനയില, അങ്ങനെ തന്നെ മല്ലിയിലയും. അപ്പോൾ ഇത്രയും ഐറ്റംസ് വേണം ഇടാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേറൊരു മിക്സും കൂടി വയ്ക്കാനുണ്ട്. ഇതവിടെ മാറ്റി വെച്ചിട്ട് മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ഒരു 10 പീസ് കാഷ്യൂസ്, പിന്നെ അങ്ങനെ തന്നെ ഒരു 8 to 10 പീസോളം ബദാം വേണം. പിന്നെ തേങ്ങ, സാധാരണ ചിരകിയ തേങ്ങയാണെങ്കിലും 2 ടേബിൾ സ്പൂൺ, ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നത്, അതാണെങ്കിലും 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് പൊടിച്ചിട്ടെടുക്കുന്നത്. പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യം ഇത് ഡ്രൈ ആക്കിയിട്ട് ആദ്യം ഒന്ന് പൊടിക്കുക. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി. എന്നാൽ കറക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടും, ചെറിയ ചെറിയ പീസൊന്നും ഇല്ലാണ്ട് കിട്ടും. ആദ്യം ഇതെല്ലാം പൊടിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചെടുത്തതിന്. പറ്റുന്ന പോലെ മാക്സിമം പേസ്റ്റാക്കിയാൽ മതി. ചെറിയ തരിതരിപ്പ് ഉണ്ടെങ്കിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏലക്കയും പട്ടയും വേണം. നമ്മൾ ഗരം മസാല ഇട്ടണ്, എന്നാലും കുറച്ചും കൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഏലക്കയും 1 പീസ് പട്ടയും കൂടി ഇട്ടണ്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം എന്നല്ല, വെള്ളം ഗ്രേവി നല്ല തിക്കായിട്ട് ഇതുണ്ടാവുക, അങ്ങനെ തന്നെ മതിയെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാര്യം ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങും. അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അല്ലെങ്കിൽ രാത്രി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കൂലേ, അങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തിട്ട് വെക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഇത് ഒന്ന് സ്മോക്ക് ചെയ്ത് കൊടുത്താൽ, റെസ്റ്റെല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് സ്മോക്ക് ചെയ്താൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് നിർബന്ധമില്ല, പക്ഷേ ഈ ഒരു നിസാമി ചിക്കന് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട്. കുറച്ചും കൂടി ടേസ്റ്റും ഫ്ലേവറും എല്ലാം കൂടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. കുറച്ച് സൺഫ്ലവർ ഓയിലിൽ ഒരു ചാർക്കോളൊന്ന് കത്തിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ച് വെക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ചിക്കന്.
കുക്ക് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം. പക്ഷേങ്കിൽ ഇതില്ലാന്ന് വെച്ചിട്ട് ഈ റെസിപ്പി ചെയ്യാണ്ട് നിൽക്കണ്ട, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചാർക്കോൾ ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഇനി നമ്മൾ ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നേരെ അടുപ്പിലേക്ക് വെക്കുന്ന. നെയ്ക്ക് പകരം ഓയിലായാലും എടുക്കുക, നെയ്യാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാ. ഇനിയിപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടി കട്ടിയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലോ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. കാര്യം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇങ്ങനെ വേവിക്കുന്നില്ലേ, അടി കട്ടിയില്ലാത്ത സ്റ്റീൽ പാത്രത്തിലാണെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. മാക്സിമം നോൺ സ്റ്റിക്കിൽ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് വെച്ചെടുക്കുക. ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി ഗ്രേവി കുറച്ച് ലൂസാവും. അഥവാ ഭയങ്കര ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. പിന്നെ ചിക്കൻ ഒരു ഹാഫ് വേവലാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 4 എണ്ണം എടുത്തിന്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റല്ലേ എടുക്കൂ. നമ്മൾ ചിക്കൻ്റെ മൂപ്പ് പോലെയും സൈസ് പോലെയെല്ലാം ഉണ്ടാവും. ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. ഞാൻ കുറച്ചും കൂടി സമയം അടച്ച് വെച്ചിട്ട് വേവിച്ചിന്. ചിക്കൻ വെന്തുവെന്ന് തോന്നുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് നല്ല തിക്കായിട്ട് നല്ല ക്രീമി റിച്ച് ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് ചപ്പാത്തി, പൊറോട്ട, നാൻ അങ്ങനെ റൊട്ടി ഐറ്റംസിൻ്റെ കൂടെയെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. റൊട്ടി ഐറ്റംസിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ മാച്ചായിട്ട് പോവുക. പൂരിക്കെല്ലാം അടിപൊളിയായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഞാനിപ്പം ആട്ടയും മൈദയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് ആട്ടക്ക് 1 കപ്പ് മൈദ, രണ്ടും സെയിം അളവിൽ വേണം എടുക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആട്ട എടുത്തിട്ട് മൈദ കുറച്ചെടുക്കുക, അതെല്ലാം നമ്മൾ ഇഷ്ടം. പക്ഷേ ഇത് സെയിം റേഷ്യോയിൽ എടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക, ഇളം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് ആട്ടയും 1 കപ്പ് മൈദയും എടുത്ത്, നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക. അപ്പോൾ ഇത്രയും അളവിൽ നമുക്കൊരു 6 to 8 ചപ്പാത്തി വരെയാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇനിയിപ്പം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഇതാ വേറൊരു ബൗളിൽ കുറച്ച് നെയ്യും പിന്നെ ആട്ടയോ മൈദയോ രണ്ടായാലും സാരമില്ല, കുറച്ചൊരു 1 ടീസ്പൂണോളം ഇട്ടിട്ട് നെയ്യിലൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇത് നമുക്ക് ലെയറാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പുരട്ടി കൊടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു ബോള് മാവെടുക്കുക. എന്നിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും ഉണ്ടാക്കാൻ. ആദ്യം ഒന്ന് പരത്തിയെടുക്കണം. ഈ മടക്ക് ചപ്പാത്തി ആട്ടപ്പൊടി ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടും ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനെയാകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ, മൈദയും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതാ ഒന്ന് പകുതി പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് ഞാൻ ഉള്ളിൽ മാത്രമേ പരട്ടുന്നുള്ളൂ. ചിലർ എല്ലാ ലെയറിലും പരട്ടി കൊടുക്കും. ഞാൻ നെയ്യ് ഓവർ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തേ. എന്നിട്ട് മടക്കിയിട്ട് പിന്നെയും പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ ഇതാ പാന് ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ള ചപ്പാത്തീൻ്റെ മേലേക്ക് വെക്കുക. അധികം കട്ടിയാക്കാണ്ട് നൈസായിട്ട് പരത്തിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. മടക്ക് ചപ്പാത്തി ആകുമ്പോൾ കുറേ ലേയേഴ്സ് ആയിട്ടെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിങ്ങനെ നൈസായിട്ട് ചെയ്യുമ്പോൾ നല്ല നൈസായിട്ടുള്ള ലെയറും കിട്ടുക. ഇനി 2 സൈഡിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കുക. എന്നിട്ട് ചുട്ടെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ 1 കപ്പ് രണ്ടും കൂടി ഓരോരോ കപ്പ് എടുക്കുമ്പോൾ 6 to 8 ചപ്പാത്തി വരെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഈ കോംബോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൊട്ടി വെച്ചിട്ട് ചിക്കൻ കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക. അടിപൊളിയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.